കേരള ബ്ലാസ്റ്റേഴ്സ്, അതെ, വികാരങ്ങളുടെ സങ്കേതമാണിത്. പ്രതീക്ഷകളും പ്രാർത്ഥനകളും പടുത്തുയർത്തിയ കൂടാരമാണിത്. കാൽപന്തിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്വപ്നങ്ങളിലേക്ക് പ്രയാണം നടത്തുന്ന ബ്ലാസ്റ്റേഴ്സ് ഇനി കിരീടവാഴ്ചയ്ക്കുള്ള കാത്തിരിപ്പിലാണ്. കിരീടത്തിലേക്കുള്ള ഓരോ ഇരുൾ നിറഞ്ഞ പാതയിലും കൊഴിഞ്ഞുപോയ ഓരോ ഓർമ്മകളും പുതുമോടിയായി പണിതുവെക്കാൻ പ്രാപ്തമായൊരു സ്ക്വാഡിനെ വേണമായിരുന്നു ഈ സീസണിൽ. തകർച്ചയിൽ കൈവടിഞ്ഞു പോയ ഓരോ താരങ്ങൾക്കും പകരമാവേണ്ട ഓരോ സൈനിങ്ങുകൾ ബ്ലാസ്റ്റേഴ്സ് നടത്തിക്കൊണ്ടേയിരുന്നു. പെരേര ഡയസും അൽവാരോ വാസ്കസും തീർത്ത വിടവിലേക്ക് ഡയമണ്ട് കോസിന് കൂട്ടാവാൻ ഒരു വിദേശ താരം തന്നെ വേണമായിരുന്നു. ഒടുവിൽ വുക്കുമിനോവിച്ചും കരോളിസും കണ്ടെത്തിയത് കോമി പെപ്ര എന്ന ഗാനിയൻ സ്ട്രൈക്കറെയായിരുന്നു. ഡയസും വാസ്കസും ജിയാനുവുമെല്ലാം നെയ്തു തീർത്ത കളിപ്പാടവങ്ങളിലെ തുടർ പതിപ്പാവാൻ പെപ്രയെ വുക്കുമിനോവിച്ച് സ്ഥാനോഹരണം ചെയ്യുന്നു. പ്രകീർത്തനങ്ങളും പ്രതീക്ഷകളും പറഞ്ഞുവെച്ച പെപ്രയെ അവതരിപ്പിക്കുന്നിടത്ത് വുക്കുമിനോവിച്ച് പറഞ്ഞുവെച്ച വാക്കുകൾ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരുന്നു. പെപ്ര എന്ന അതികായകന്റെ അയിഞ്ഞാട്ടവും കാത്തിരുന്ന് ബ്ലാസ്റ്റേഴ്സ് കലൂരിലോളങ്ങൾക്ക് കാതോർത്തു നിന്നപ്പോൾ കാലം കരുതി വെച്ചത് തീർത്തും നിരാശയുടേതായിരുന്നു. ആദ്യ റൗണ്ട് മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ പെപ്രയിലെ പ്രതീക്ഷകൾക്ക് അപ്പോഴും സ്ഥാനം ഉണ്ടായിരുന്നില്ല. വുക്കുമിനോവിച്ച് പറഞ്ഞുവെച്ച പ്രതിബദ്ധം വീണ്ടും ചോദ്യചിഹ്നമാക്കപ്പെട്ടു. ഓരോ മത്സരങ്ങളും നിരാശപ്പെടുത്തിയതോടെ ആരാധക വിമർശനങ്ങൾ പെപ്രയെ വേട്ടയാടി തുടങ്ങി. വിമർശകരും നിരീക്ഷകരും പെപ്രയെ മാറ്റി നിർത്തണമെന്ന് ശാഠ്യം പിടിച്ചപ്പോഴും വുക്കുമിനോവിച്ചിന് തൻ്റെതായ ചില പ്രതീക്ഷകൾ മാത്രം ബാക്കിയായിരുന്നു. ബ്ലാസ്റ്റേഴ്സ് പതിവിന് വിരുദ്ധമായി നല്ല പ്രകടനങ്ങൾ തുടർന്നെങ്കിലും പെപ്ര പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ലായിരുന്നു. വർക്ക് റേറ്റ് ഭേദപ്പെട്ടിരുന്നു, പക്ഷേ റിസൾട്ട് കണ്ടില്ല. ആരാധകർ അക്ഷമരാവാൻ തുടങ്ങി. വിമർശനങ്ങളും തുടങ്ങിക്കൊണ്ടേയിരുന്നു. പരിശീലകൻ ഇവാൻ വുക്കുമിനോവിച്ച് പലതവണ പെപ്രയെ പ്രതിരോധിച്ച് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ചെന്നൈയിൻ എഫ്സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾ മൈതാനത്തേക്ക് ഇറങ്ങുന്നു. സൗത്തേൺ ഡെർബി അതിന്റെ പീക്കിലെത്തിയപ്പോൾ മത്സരത്തിന്റെ 24-ാം മിനിറ്റിൽ തന്നെ ചെന്നൈയിൻ എഫ് സി 3-1 എന്ന സ്കോറിന് മുന്നിൽ നിൽക്കുന്നു. ഒടുവിൽ മത്സരത്തിന്റെ 38-ാം മിനിറ്റ് ലൂണയുടെ ഒരു ഷോട്ട് എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന പെപ്രയിലേക്ക്. ചുറ്റും 4-5 ചെന്നൈയിൻ ഡിഫൻഡർമാർ. പെപ്രയുടെ ഒരു ടേൺ ഇടതുവശത്തു നിന്നും ബ്ലോക്ക് ചെയ്യുന്നവരെയും മറികടന്നുകൊണ്ട് പെപ്രയുടെ പവർഫുൾ ഷോട്ട് ചെന്നൈയിൻ വല തുളച്ചു കയറുന്നു. ഓബിയസ് ആംഗിൾ കട്ട് ചെയ്ത പെപ്രയുടെ ഒരു ക്ലിനിക്കൽ ഫിനിഷിംഗ് അതായിരുന്നു ട്രിഗറിംഗ് പോയിന്റ്. പിന്നെ പെപ്രയുടെ വർക്ക് റേറ്റ് കളത്തിൽ കാണാൻ തുടങ്ങി. ഡിസംബർ 24 ക്രിസ്മസിന്റെ തലേ ദിവസം കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുമുട്ടുന്നത് മുംബൈക്കെതിരെയായിരുന്നു. മുംബൈക്കെതിരായ മത്സരം ഒരു അഭിമാന പ്രശ്നം കൂടിയായിരുന്നു. കാരണം മുംബൈ ഫുട്ബോൾ അരീനയിൽ ഫിസിക്കൽ ഗെയിം കൊണ്ട് മുംബൈ കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചതായിരുന്നു. റോസ്റ്റിൻ ഗ്രിഫ്റ്റിക്സ് പ്രബീർദാസിന്റെ കഴുത്തിന് പിടിച്ചത് ഒരു അഭിമാനക്ഷതമായിരുന്നു. ഇങ്ങനെ ബ്ലാസ്റ്റേഴ്സിന് ഒരുപാട് പ്രതികാരങ്ങൾ വീട്ടേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ മുംബൈ കേരളത്തിലേക്ക് വരുന്നു. കളിക്ക് മുമ്പേ നരകത്തിലേക്ക് വരാൻ ഞാൻ കാത്തിരിക്കുന്നു എന്ന് ഗ്രിഫിക്സിന്റെ വെല്ലുവിളിയും കാണാമായിരുന്നു. ഗാലറി നിറഞ്ഞു കവിഞ്ഞു. വെല്ലുവിളികളും ടിഫോകളും ചാൻഡുകളും ഉയർന്നു. തുടക്കം മുതൽ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കും കാണാമായിരുന്നു. അങ്ങനെ 11-ാം മിനിറ്റിൽ മാർക്ക് ചെയ്ത ഡിഫൻഡറെ സമർത്ഥമായി വെട്ടിയൊഴിഞ്ഞ് ഇടത് പാർശ്വത്തിലൂടെ കുതിക്കുന്ന കോമി പെപ്ര. പെപ്ര മറികടന്ന ആ ഡിഫൻഡറുടെ പേര് റോസ്റ്റിൻ ഗ്രിഫിക്സ് എന്നായിരുന്നു. എവേ മാച്ചിൽ പ്രബീറിന്റെ കഴുത്തിന് പിടിച്ച് പിന്നീട് നമ്മളെ വെല്ലുവിളിച്ച അതേ ആൾ തന്നെ. എന്നാൽ മസിൽ പുൾ ചെയ്ത് ഗ്രിഫിക്സ് സ്ലോ ആകുമ്പോൾ പെപ്ര ബോക്സിലേക്ക്. സമാന്തരമായി ബോക്സിൽ ഡിമിട്രിയോസുമുണ്ട്. എന്നാൽ പെപ്രയുടെ ഒരു ഇഞ്ച് പെർഫെക്റ്റ് പാസ്. ഫസ്റ്റ് ടച്ചിൽ സ്പേസ് ഉണ്ടാക്കിയ ഡയമണ്ട് കോസിന്റെ 2-ാം ടച്ചിൽ പന്ത് വല തുളച്ചു. ബെസ്റ്റ് പോസിബിൾ ആംഗിളിൽ നിന്നാണ് ആ ഫിനിഷിംഗ് കണ്ട് തലകുനിക്കുന്ന ഗ്രിഫിക്സിന്റെ ഫ്രെയിം നമുക്ക് കാലത്തിന്റെ കണക്ക് പറച്ചിലായി. നമ്മൾ ഗോൾ ആഘോഷിക്കുമ്പോൾ ഗ്രിഫിക്സ് പരിക്കേറ്റ് പുറത്തേക്ക് പോകുന്നു.
പറഞ്ഞു വരുന്നത് പെപ്രയുടെ ആ മുന്നേറ്റത്തിൽ പിറന്ന ഡെമിയുടെ ഗോളിനെ കുറിച്ചാണ്. എന്തൊരു സുന്ദരമായ പാസും മുന്നേറ്റവുമായിരുന്നു അത്. പെപ്ര ഒരിക്കൽ കൂടി അവതരിച്ചിരിക്കുന്നു. കളത്തിൽ വീണ്ടും ബ്ലാസ്റ്റേഴ്സ് ആയിരുന്നു. ഇടയ്ക്ക് മുംബൈയുടെ അറ്റാക്കുകളും കാണാമായിരുന്നു. പക്ഷേ ഡെറിൻസിക് നമ്മുടെ പഴയ താരമായ പെരേരഡയസിനെ പോക്കറ്റിലിട്ടപ്പോൾ ആക്രമണങ്ങൾ ഫൈനൽ തേർഡിൽ വെച്ച് ചീറ്റിപ്പോയിരുന്നു. ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ പെപ്രയിൽ നിന്ന് തുടങ്ങിയ ഒരു അറ്റാക്കിനൊടുവിൽ ഗോൾ കീപ്പർ സ്ഥാനം തെറ്റി നിന്ന പോസ്റ്റിലേക്ക് രാഹുൽ തൊടുത്തുവിട്ട ഫസ്റ്റ് ടൈം ഷോട്ട് സെന്റിമീറ്റർ വ്യത്യാസത്തിലാണ് പുറത്തേക്ക് പോയത്. എന്നാൽ തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ പെപ്രയുടെ ഒരു പെർഫെക്റ്റ് ത്രൂ ബോൾ വലത് പാർശ്വത്തിലൂടെ ഡയമൻഡോസ് ബോക്സിലേക്ക്. സമാന്തരമായി പെപ്രയെ മാർക്ക് ചെയ്ത ബോക്സിൽ 2 ഡിഫൻഡർമാർ. ആകെ ബോക്സിൽ 5 പേർ പെപ്രയെ വളഞ്ഞിരിക്കുന്നു. എന്നാൽ ഡയമൻഡോസിന്റെ പാസ് പെപ്രയിലേക്ക്. 3 പേർ പെപ്രയെ ബ്ലോക്ക് ചെയ്യുന്നു. ഒടുവിൽ പെപ്ര പന്തുമായി ടേൺ ചെയ്യുന്നു. പിന്നീട് ഒരു ഷോട്ട് എടുക്കുന്നു. അതെ, അത് ഗോളായി മാറുന്നു. ഇത്തവണ നിലം പറ്റിയുള്ള ഒരു ഗ്രൗണ്ട് ഷോട്ടായിരുന്നു. ഒരു സിമ്പിൾ ഫിനിഷിംഗ്. നിസ്സഹരായി നിൽക്കുന്ന 4 മുംബൈ ഡിഫൻഡർമാർക്കിടയിൽ പെപ്രയുടെ നൃത്തച്ചുവടുകളും കാണാമായിരുന്നു. അതെ, ഇതാണ് പെപ്ര. അയാൾ തിരിച്ചു വന്നിരിക്കുന്നു. Van Neef and tucks it into that far corner. It was a dream start, it's a dream end. മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ മുംബൈ സിറ്റി ഇരച്ചെത്തി. എന്നാൽ അവിടെയും പെപ്രയുണ്ടായിരുന്നു. പന്ത് ക്ലിയർ ചെയ്യാൻ, ഫിസിക്കൽ ഡൂവലുകൾ വിൻ ചെയ്യാൻ, ടാക്കിൾ ചെയ്യാൻ. ഇതിനിടയിലും പെപ്ര ചില അവസരങ്ങൾ ഒരുക്കിയെടുത്തിരുന്നു. ഒരു സെക്കൻഡ് മുംബൈക്ക് സമാധാനം കൊടുക്കാതെ കളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ കോമി പെപ്ര. അത് ഹിറ്റ് മാപ്പ് നോക്കിയാൽ കൃത്യമായി അറിയാം. അതെ, കാലം കാത്തുവെച്ച പെപ്ര എന്ന അതികായകൻ പിറവിയെടുത്തിരിക്കുന്നു, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിരാശയിൽ കാതോർത്ത വിമർശനങ്ങൾക്കും വികസനങ്ങൾക്കും പെപ്ര തന്നെ മറുപടി നൽകുന്നു. വ്യക്തമായ ബോഡി സ്ട്രെങ്ത് കൊണ്ടും വേഗത കൊണ്ടും ഫിനിഷിംഗ് എബിലിറ്റി കൊണ്ടും സ്പെസിഫിക്കായ സ്ട്രൈക്കറായി മാറിയിരിക്കുന്നു കോമി പെപ്ര. അതെ, പഞ്ചാബിനെതിരെയും മുംബൈക്കെതിരെയും ചെന്നൈക്കെതിരെയും അവസരത്തിനൊത്ത് ഉയരാൻ കഴിഞ്ഞതോടെ വിമർശനങ്ങൾക്ക് തൻ്റെതായ മറുപടി നൽകുകയായിരുന്നു പെപ്ര. 23-കാരനായ കോമി പെപ്ര കിങ് ഫൈസൽ എന്ന ഗാന ഡിവിഷനിലൂടെയാണ് കാൽപന്ത് കളി തുടങ്ങുന്നത്. കിങ് ഫൈസലിലൂടെ തുടർച്ചയായ 2 സീസണുകൾ പൂർത്തിയാക്കുമ്പോൾ പെപ്ര തന്റെ കരിയറിലെ തുടക്കം ഭദ്രമാക്കി കഴിഞ്ഞിരുന്നു. ആ സീസണിലെ ടോപ്പ് സ്കോർ പട്ടവും അലങ്കരിച്ചതോടെ ഒർലാൻഡോ പിറൈറ്റ്സ് തങ്ങളുടെ ടീമിലെത്തിക്കുന്നു. ഒർലാൻഡോ പിറൈറ്റ്സിലൂടെ പെപ്ര വീണ്ടും തന്റെ കളിവൈഭവം പ്രകടമാക്കിയതോടെ ഡിവിഷൻ ലീഗിലെ ശ്രദ്ധേയമായ ടീമായി മാറി. 30 മത്സരങ്ങളിൽ നിന്ന് 7 ഗോളോടുകൂടി 2 സീസണുകൾക്കപ്പുറം പെപ്ര വീണ്ടും മൈതാനമാറ്റം പിടിക്കുന്നു. ശേഷം മാരിറ്റ്ബർഗ് യുണൈറ്റഡിൽ ലോണിൽ പോയതും ശേഷം അദേരയിലേക്ക് കൂടുമാറിയതും തീർത്തും അയാളിലെ കരിയറിലെ മോശം സമയമായി മാറി. ബ്ലാസ്റ്റേഴ്സ് കണ്ട ലക്ഷ്യത്തേക്കാൾ ഒരേ സീസണിൽ 2-ലധികം ടീമിലേക്ക് കൂടുമാറപ്പെടുന്ന താരത്തിന് തന്റെ കരിയറിനെ മെച്ചപ്പെടുത്തണമെന്ന ഉത്തമ ബോധ്യമായിരിക്കാം കേരളത്തിലെത്തിയ താരം തന്റെ പ്രതിബദ്ധത്തോട് കൂറുപുലർത്താൻ സാധ്യമാക്കിയത്. അതെ, ഇനി അയാളുടെ കാലമാണ്. പ്രതീക്ഷകളെ യാഥാർത്ഥ്യമാക്കാനുള്ള പ്രയാണത്തിൽ കാലം കാതോർക്കുന്ന ഓർമ്മകൾക്ക്, അതല്ലെങ്കിൽ ചരിത്രങ്ങൾക്ക് ജീവനേകാനുള്ള കാലം. വിമർശന കാവ്യങ്ങളിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ പെപ്രയിൽ ഞങ്ങൾ ഇനിയും സ്വപ്നങ്ങൾ കാണുന്നുണ്ട്. വരാനിരിക്കുന്ന ഓരോ മത്സരങ്ങളിലും പെപ്ര എന്ന ഇതിഹാസമയം പൂർണ്ണതയിൽ അവതരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.